ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കറിയാം, നമുക്കെല്ലാവർക്കും ലാവൻഡർ പൂക്കൾ ഭയങ്കര ഇഷ്ടമാണ്. അതിങ്ങനെ കൂട്ടം കൂടി നിൽക്കുന്ന കാണുമ്പോൾ നല്ല ഭംഗിയാണ് താനും. പക്ഷേ ഇത് മുളപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയ ഒരു ശ്രമകരമായ ജോലിയാണ്. പക്ഷേ അത് എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ അത് കുരുമുളപ്പിച്ച് നമുക്ക് ചെടിയാക്കി എടുക്കാം എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് നമ്മളൊരു ഉണങ്ങിയ പൂവ് അതിൻ്റെ പറിച്ചെടുക്കാം. നല്ല മൂത്തത് നോക്കിയിട്ട്. ചിലതൊക്കെ ആണെങ്കിൽ വേനൽക്കാലമൊക്കെ ആണെങ്കിൽ ഉണങ്ങി നിൽക്കുന്നുണ്ടാവും. അതങ്ങ് എടുത്തിട്ട് നമ്മുടെ കയ്യിലിട്ട് അങ്ങ് നല്ലപോലെ തിരുമ്മി കഴിയുമ്പോൾ നല്ല ചെറിയ എള്ളിൻ്റെ വലുപ്പത്തിലുള്ള കുഞ്ഞു കുഞ്ഞു സീഡുകൾ പുറത്തേക്ക് വരും. അത് നമ്മളൊരു ടിഷ്യൂ പേപ്പറിലേക്ക് അങ്ങ് വിതറിയിടുക. എന്നിട്ട് അതിൻ്റെ മുകളിലൊരു ടിഷ്യൂ പേപ്പറും കൂടി വയ്ക്കുക, അല്ലെങ്കിൽ ആ ടിഷ്യൂ പേപ്പറിനെ ഫോൾഡ് ചെയ്യുക. എന്നിട്ട് അതിനൊന്ന് നനച്ചു കൊടുത്തിട്ട് ഒരു പ്ലാസ്റ്റിക് പൗച്ചിൽ കടത്തി വെച്ചിട്ട് ഒരു 2 വീക്സ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ അടിത്തട്ടിൽ അങ്ങ് വയ്ക്കുക. വെജിറ്റബിൾസൊക്കെ വയ്ക്കുന്ന അടിത്തട്ടിൽ അങ്ങ് ഇട്ടിട്ടുണ്ടെങ്കിൽ 2 വീക്സ് കഴിയുമ്പോൾ നമുക്കതിനെ പുറത്തേക്ക് എടുക്കാൻ പറ്റും. എന്നിട്ട് നല്ല സൂര്യപ്രകാശമുള്ള ഒരു ജനലയുടെ ഒരു സൈഡിൽ കൊണ്ട് വയ്ക്കുകയാണെങ്കിൽ ഒരു 1 വീക്ക് കഴിയുമ്പോൾ ഇതുപോലെ ആ വിത്തുകളൊക്കെ ഇങ്ങനെ മുളച്ച് വരുന്നത് കാണാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതിനകത്ത് ആ വിത്ത് മുളച്ച് വരുന്നുണ്ട്. എന്നിട്ട് നമ്മളൊരു പോട്ടിംഗ് മിക്സ് ഉണ്ടാക്കിയിട്ട് നമുക്കതിലേക്ക് ആ കുരുക്കളെ പകർത്തി പാകാം. ഇങ്ങനെ മുളച്ച് വരുന്ന വിത്തുകൾ നമ്മൾ മാറ്റി പാകിയതിന് ശേഷം നമ്മളൊരു ക്ലിനൽ കൊണ്ട് റാപ്പ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു ലിഡ് വെച്ച് മൂടുകയോ ചെയ്തുകൊണ്ട് നമ്മളതിൻ്റെ ഹ്യൂമിഡിറ്റി ഒന്ന് കൺട്രോൾ ചെയ്യാണ്. ഒരു 1 വീക്കും കൂടി നമ്മളത് മൂടി വയ്ക്കുന്നു. 1 വീക്ക് മൂടി വെച്ച് കഴിയുമ്പോൾ നമുക്കതിൻ്റെ മുളയൊക്കെ ശരിക്കും വന്ന് ചെറിയ തൈകളായിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഈ ചെടികൾ ഏകദേശം മുളച്ചിട്ടുണ്ട്. ലാവൻഡർ ഭയങ്കര തണുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയായതുകൊണ്ട് നമ്മുടെ ഇതിൻ്റെ സീഡുകൾ കോൾഡ് സ്ട്രാറ്റിഫിക്കേഷൻ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് മുളയ്ക്കില്ല. നമ്മൾ 2 ആഴ്ചയെങ്കിലും നമ്മളത് ഫ്രിഡ്ജിൽ നല്ല തണുപ്പിൽ വെക്കണം. അതിനുശേഷം അതിന് വാം ക്ലൈമറ്റിലേക്ക് മാറ്റാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ഇങ്ങനെ ഈ ടിഷ്യൂവിലൊക്കെ പൊതിഞ്ഞ് സൂക്ഷിച്ച് എത്രയും ക്ഷമയില്ലാത്ത അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സീഡ് ചുമ്മാ നമ്മുടെ കയ്യിലെടുത്ത് അങ്ങ് തിരുമ്മി അതങ്ങ് എല്ലാം കൂടിയിട്ട് ആ സീഡിൻ്റെ തൊണ്ടും തൊലിയും എല്ലാം കൂടിയിട്ട് അങ്ങ് കൂട്ടി ഒരു പൗച്ചിനകത്ത് ഇട്ടിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഫ്രീസറിൻ്റെ അടിയിലൊക്കെ വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കുറച്ചൊക്കെ റിസൾട്ട് കിട്ടും. അതായത് ഇതിൻ്റെയൊക്കെ അവിടെ ഒരു വിത്തൊക്കെ മുളച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ജസ്റ്റ് അതിൻ്റെ വിത്തെടുത്തതിന് ശേഷം അതിൻ്റെ ബാക്കിയുള്ള സംഭവം ഇട്ടതാണ്. പക്ഷെ അതിൽ പോലും ചില സീഡുകൾ, ഞാൻ വിട്ടുപോയ സീഡുകളൊക്കെ അവിടെ മുളച്ച് വരുന്നുണ്ട് ചിലതൊക്കെ. ഇതിപ്പോൾ നമ്മളിപ്പോൾ ഒരു 100 സീഡ് ഇടുകയാണെങ്കിൽ ചിലപ്പോൾ ഒരു 30 എണ്ണമൊക്കെ മുളയ്ക്കാനായിട്ട് സാധ്യതയുള്ളൂ. കാരണം ലാവൻഡർ അത്രയും സെൻസിറ്റീവായിട്ടുള്ളൊരു സീഡാണ്. മുളച്ച് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു സീഡാണ്. അപ്പോൾ താങ്ക് യു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.